ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസ് 2ാമത്തെ ചാപ്റ്ററാണ്. അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ പഴയ ചാപ്റ്ററുകളും പുതിയ ചാപ്റ്ററുകളൊക്കെ നമുക്ക് പഠിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് SCERT ചാപ്റ്റേഴ്സ് എല്ലാം SCERT ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നന്നായി വായിച്ച് പഠിച്ച് പോയിൻറ്റ്സുകളൊക്കെ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പോൾ ഇതിൽ അസുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ, പകർച്ചവ്യാധികളെക്കുറിച്ചും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം അതിൽ നോക്കാൻ പോകുന്നത് പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം അല്ലേ, പിന്നെ എന്തൊക്കെയുണ്ട്? COVID-19, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, ടൈഫോയിഡ് ഒക്കെ നമുക്ക് ഏത് പറയാം? ചിക്കൻ ഗുനിയ ഒക്കെ പകരുന്ന രോഗങ്ങളാണ്. പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ് ഒക്കെ നമുക്ക് പകരാത്ത രോഗങ്ങളിൽ പെടുത്താൻ പറ്റും. അപ്പോൾ എന്താണ് പകർച്ചവ്യാധികൾ? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലേ. അതേപോലെ മഹാമാരികൾ, പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളുണ്ട് അല്ലേ. ഏതൊക്കെ? വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 അതൊക്കെ എന്താണ്? മഹാമാരികളാണ്. അതായത് പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. മഹാമാരികൾ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുന്നു. അങ്ങനെയുള്ള അതിനെയാണ് മഹാമാരി എന്ന് പറയുന്നത്. ഈ പകർച്ചവ്യാധികൾക്ക് ഒരു കാരണമുണ്ട്. ഈ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് ആരായിരിക്കും? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് ആരായിരിക്കും? രോഗകാരികളാണ് അല്ലേ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ആരൊക്കെ? ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയവയാണ് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. അപ്പോൾ ആരൊക്കെ രോഗകാരികൾ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ബാക്ടീരിയയുടെ പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സൂക്ഷ്മജീവികൾക്കൊപ്പം. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല അല്ലേ. നമുക്ക് ഗുണമുള്ള സൂക്ഷ്മജീവികളും ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം സഹായിക്കുന്നവ. അതുപോലെ ദോശമാവ് പുളിക്കുന്നതിന് ഒക്കെ സഹായിക്കുന്നുണ്ടല്ലേ. പാല് തൈരാവുന്നത് ഇതിനൊക്കെ സഹായിക്കുന്ന കുറേ സൂക്ഷ്മജീവികൾ നമുക്കുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന സൂക്ഷ്മജീവികളും ഉണ്ട്. ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂവൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. അപ്പോൾ റൊട്ടിയിൽ കാണുന്ന പൂപ്പലും അതുപോലെ കരിമ്പനൊക്കെ, ഡ്രസ്സിലൊക്കെ കാണുന്ന കരിമ്പന ഒക്കെ ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. ഇതൊക്കെ മനുഷ്യന് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ്. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. ഇനി എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നത് അല്ലേ? നമ്മൾ രോഗങ്ങൾ പകരുന്നത് എങ്ങനെ നമുക്കറിയാം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ മൂക്കുമായും
തൂവാല കൊണ്ട് മറച്ചു പിടിച്ചില്ലെങ്കിൽ അല്ലേ, പിന്നെ ഭക്ഷണ വസ്തുക്കൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈച്ചയൊക്കെ വന്നിരുന്നിട്ട് അസുഖങ്ങൾ പകരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളും അസുഖങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ രോഗങ്ങൾ പകരാൻ കാരണമാകുന്നുണ്ട്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, ഇപ്പോൾ ആളുകളിൽ നിന്നല്ലാതെ എങ്ങനെയൊക്കെ രോഗങ്ങൾ പകരുന്നുണ്ട്? മണ്ണിലൂടെ പകരുന്നതാണ് വിരശല്യം, ടെറ്റനസ് ഒക്കെ അല്ലേ. അതുപോലെ വായുവിലൂടെ പകരുന്നതാണ് ക്ഷയം. ജലവും ഭക്ഷണവും വഴി പകരുന്നതാണ് ടൈഫോയിഡ്. ഇനി രോഗാണുവാഹകരിൽ നിന്ന് പകരുന്നത്, രോഗാണുവാഹകർ എന്ന് പറയുമ്പോൾ ആരൊക്കെ പെടും? കൊതുക്, അതുപോലെ ഈച്ച, അങ്ങനെയൊക്കെ, എലി, അങ്ങനെയൊക്കെയുള്ള പകർത്തുന്നവരാണ് രോഗാണുവാഹകർ. പിന്നെ മനുഷ്യന്മാരിൽ നിന്ന് പകരുന്നു അല്ലേ. അതിൽ മോസ്കിറ്റോ വഴി, കൊതുക് വഴി പകരുന്നതാണ് ഡെങ്കിപ്പനി അല്ലേ. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ അങ്ങനെയുള്ള ഒക്കെ കൊതുക് വഴി പകരുന്നതാണ്. മനുഷ്യരിൽ നിന്ന് പകരുന്നതാണ് കുഷ്ഠം, അതുപോലെ COVID-19 ഒക്കെ മനുഷ്യരിൽ നിന്ന് പകരുന്നതാണ്. പിന്നെ എലികളിൽ നിന്ന് പകരുന്നതാണ് എലിപ്പനി. പക്ഷികളിൽ നിന്ന് പകരുന്നത് നിപ്പ അല്ലേ, നിപ്പ വൈറസൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പല പല അസുഖങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഈ രോഗങ്ങൾ പല രീതികളിൽ പകരുന്നുണ്ട് അല്ലേ. രോഗാണുവാഹകരല്ലാതെ മണ്ണിലൂടെയും വായുവിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെ അസുഖങ്ങൾ പകരുന്നുണ്ട്. പിന്നെ രോഗാണുവാഹകരായ കൊതുക്, ഈച്ച, മനുഷ്യർ, പക്ഷികൾ അങ്ങനെയൊക്കെ ഉള്ളതൊന്നും പകരുന്നുണ്ട്. അപ്പോൾ എന്താണ് രോഗാണുവാഹകർ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികളുണ്ട്. ഇതൊക്കെ രോഗാണുവാഹകരിൽ പെടുന്നുണ്ട്. ഈച്ച പെടും, എലി, കൊതുക്, വവ്വാൽ ഒക്കെ രോഗാണുവാഹകരിൽ പെടുന്നവരാണ്. അടുത്തത് പരിസരം മലിനമാകുമ്പോൾ അല്ലെ, പരിസരം മലിനമായി കിടക്കുമ്പോഴും അങ്ങനെയും നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. ഇനി അതിലൊരു കോളം നോക്കി നോക്കൂ. രോഗാണുവാഹകരും പെരുകുന്ന സാഹചര്യങ്ങളും. ഈച്ച എങ്ങനെയാ പെരുകുന്നത്? കെട്ടി നിൽക്കുന്ന ഈ ഓടകളിൽ നിന്നും അതുപോലെ മറ്റു വെള്ളം കെട്ടി നിൽക്കുന്നിടത്തൊക്കെ ഈച്ച ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ കൊതുക് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലൊക്കെ കൊതുക് മുട്ടയിട്ട് വളരുന്നു. അങ്ങനെ കൊതുക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ എലി പെരുകുന്നത് എങ്ങനെയാ? ഈ വൃത്തിയില്ലാതെ കിടക്കുന്നതും അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എലി പെരുകാൻ കാരണമാകുന്നുണ്ട് അല്ലേ. ഇനി കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ച കുറേയേറെ രോഗങ്ങൾ തടയാം. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതി അല്ലേ. അപ്പോൾ എന്താണ് കൊതുകിനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഡ്രൈ ഡേ ആചരിക്കാം അല്ലേ. പിന്നെ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളൊക്കെ നീക്കാം. ഓടകൾ ശുചീകരിക്കാം. ഒക്കെ കൊതുക് പെരുകുന്നതിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് വാതിലും ജനലൊക്കെ അടച്ചിടുക. അതുപോലെ കൊതുക് തിരികൾ ഉണ്ടെങ്കിൽ കത്തിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ പുകയ്ക്കുമല്ലോ, കുന്തിരിക്കം പോലെ അങ്ങനെ പുകയ്ക്കും. അതുപോലെ ചകിരി പുകയ്ക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരുവിധമൊക്കെ കൊതുകടി ഏൽക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതി പോരാ. വേറെ എന്തൊക്കെ വേണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ശ്രദ്ധിക്കണം. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കും.
നമ്മൾ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴുകി ഉപയോഗിക്കണം. പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ അടച്ച് സൂക്ഷിക്കുക. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇതൊക്കെ ഒരുവിധം അസുഖങ്ങളില്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാം. പിന്നെ രോഗിയുടെ തുവാല, വസ്ത്രങ്ങൾ മുതൽ ഉപയോഗിക്കാതിരിക്കും. ഇപ്പോൾ ജലദോഷമൊക്കെ ഉണ്ട് വിചാരിക്കുക, അപ്പോൾ ആ ആൾ ഉപയോഗിച്ച ടവൽ ഉപയോഗിച്ച് മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അസുഖം പകരുന്നുണ്ട്. പിന്നെ അങ്ങനെ അത്രയും വയ്യെങ്കിൽ എന്ത് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. ഓക്കെ. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാവുമ്പോൾ മലിനജലത്തിലൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പോൾ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ട കൈകാലുകൾ സോപ്പിട്ടിട്ട് കഴുകുക. പുറത്തേക്ക് പോയി വന്ന കൈയും കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഇനി മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കുന്നത്? അല്ല, പകർച്ചവ്യാധികൾ സസ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. അല്ലേ? നെല്ലിൽ കാണപ്പെടുന്ന തവിട്ട് നിറത്തിലുള്ള ഇലപ്പുള്ളി രോഗം എന്നൊക്കെ പറയും. അതുപോലെ പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, അങ്ങനെ പല കേടുകൾ ഏതിലും ഉണ്ട്, സസ്യങ്ങൾക്കും ഉണ്ട്. രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്, അല്ലേ? ഇപ്പോൾ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊക്കെയുള്ള പ്രതിരോധ മരുന്നുകൾ വേണമെങ്കിൽ നമ്മൾ കുത്തിവയ്പ്പുകൾ എടുക്കുകയാണ് ചെയ്യാറ്, അല്ലേ? ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അപ്പോൾ 2 രോഗപ്രതിരോധ ശേഷി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയും ആർജിത രോഗപ്രതിരോധ ശേഷിയും. സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിനെ സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അതുപോലെ കുത്തിവയ്പ്പിലൂടെ, പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നമ്മൾ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, പ്രതിരോധ ശേഷി ഉണ്ടാക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. ഇനി വാക്സിനേഷൻ ചാർട്ടാണ് നോക്കുന്നത്. BCG എന്ന് പറഞ്ഞാൽ ബാസിലസ് കാൽമെറ്റ് ഗുറിൻ. ബാസിലസ് കാൽമെറ്റ് ഗുറിൻ ആണ്. OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ FIPV എന്ന് പറഞ്ഞ പോളിയോ വാക്സിനാണ്. RVV എന്ന് പറഞ്ഞ റോട്ട വൈറസ് വാക്സിനാണ്. കുട്ടിക്ക് ജനനസമയത്ത് എടുക്കുന്നത് BCGയും ഹെപ്പറ്റൈറ്റിസ് ബിയും എടുക്കുന്നുണ്ട്, അല്ലെ? OPV, BCGയും ഹെപ്പറ്റൈറ്റിസ് ബിയും ജനനസമയത്ത് എടുക്കുന്നുണ്ട്. 6 ആഴ്ച കഴിഞ്ഞ OPV 1ഉം പിന്നെന്താ പറയുന്നത്, റോട്ട വൈറസ് 1ഉം പെൻഡാവാലൻ്റ് 1ഉം FIPV 1ഉം PCV 1ഉം കൊടുക്കും. 10 ആഴ്ച കഴിഞ്ഞാൽ OPV 2, RVV 2, പെൻഡാവാലൻ്റ് 2 കൊടുക്കുന്നു. 14 ആഴ്ച കഴിഞ്ഞ് OPV 3, RVV 3, പെൻഡാവാലൻ്റ് 3 ഒക്കെ അത് കൊടുക്കുന്നു. ഇനി അടുത്തത് PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിനാണ്. MR എന്ന് പറഞ്ഞാൽ മീസിൽസ് റുബെല്ല വാക്സിൻ്റെ. പിന്നെ DPT ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് വാക്സിനാണ് DPT. TD എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ്.
ഈ 9-ാം മാസത്തിലാണ് മീസിൽസ് റുബെല്ല വാക്സിൻ്റെ കുത്തിവയ്പ്പ് എടുക്കുന്നത്. അതുപോലെ PCV ബൂസ്റ്റർ, വിറ്റാമിൻ A കൊടുക്കുന്നുണ്ട്, FIPV3 എടുക്കുന്നുണ്ട്. അതുപോലെ 16 to 24 മാസത്തിലാണ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. 5 to 6 വയസ്സ്, 5 വയസ്സിൽ നമ്മൾ എടുക്കുന്ന കുത്തിവയ്പ്പാണ് DPT ബൂസ്റ്റർ 2. DPT ബൂസ്റ്റർ 2 ആണ് 5 വയസ്സിലെടുക്കുന്നത്. 10 വയസ്സിലെടുക്കുന്നത് TD1 ടെറ്റനസിൻ്റെ അല്ലേ, TD1 ആണ് 10 വയസ്സിൽ. 16 വയസ്സിൽ TD2. അതായത് ഡിഫ്തീരിയ വാക്സിനാണ്. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്.